ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ദീപാവലിയൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് റെസിപ്പീസ് നമ്മൾക്ക് കാണാം. അപ്പം ഇത് പിങ്ക് ജാമുൻ എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ പനീർ ജാമുൻ എന്നും ഇതിനെ പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം. അതിനുശേഷം ഇത് പനീറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ, ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പനീർ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. പനീർ വാങ്ങിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു തിള വന്നാൽ മതി. ഒരു തിള വരണം, നല്ല ചൂട് വേണം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ തിളച്ചിട്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ചേർക്കണം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഈ പാലൊന്ന് ഇങ്ങനെ തൈരായിട്ട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്തു. ഇനി അത് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുക നമ്മൾ. അപ്പോഴത്തേക്ക് അത് രണ്ടും, പാലും വെള്ളം, ഇത് രണ്ടും വേറെ ആയിട്ട് വരും. നമുക്ക് പനീർ വേറെ കിട്ടും, അതുപോലെ വെള്ളം വേറെ ആയിട്ട് വരും. ഇതിപ്പം പനീറിൻ്റെ ഈ സംഭവങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഇതായിപ്പം നമ്മൾക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അതിൽ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്കിനി ഇത് അരിച്ചെടുക്കാം. ഇതിനകത്തോട്ട് പനീർ നമ്മൾക്ക് വേറെ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനകത്തുള്ള വെള്ളം നമ്മൾ മാറ്റിയെടുക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ നാരങ്ങയുടെ പുളിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകുന്നേ. അപ്പോൾ ഇതിപ്പം ഇതിനകത്ത് വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് 1 സ്പൂൺ കോൺഫ്ലവർ ഇടണം. അതുപോലെ കുറച്ച് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ചെയ്യേണ്ടത്. നല്ല സ്മൂത്തായിട്ട് വരണം. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ ഇതുപോലെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ഉണ്ടാക്കാം, അതുപോലെ നീളത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിളച്ചതിന് ശേഷം കുറച്ച് വയ്ക്കണം, ലോ ആയിട്ട് വയ്ക്കണം ഫ്ലെയിം. അതിനുശേഷം ഈ ജാമുനെല്ലാം ഇതിനോട്ട് ഇടുക. ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു 5 to 10 മിനിറ്റ് വെച്ചാൽ മതി. നിറയുണ്ടെങ്കിൽ കൂടുതൽ സമയം വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിങ്ക് ജാമുൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഈ പിങ്ക് ജാമുൻ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.